മെനക്കെടാൻ വയ്യാത്തത് കൊണ്ട് വലിച്ച് ദൂരേക്ക് എറിയുന്നതാണ് ചക്കക്കുരു. പക്ഷേ അത് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരാഹാരമാണ്. അതുകൊണ്ട് നമുക്കിന്നൊരു അവലൂസ് പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കുക്കറിലിട്ടതൊന്ന് വേവിച്ച് എടുക്കുക. തൊലിയോടുകൂടി വേവിച്ചാൽ മതി. അതിനോടുകൂടി 1 കപ്പ് തേങ്ങാപ്പീരയും കൂടെ. അപ്പോൾ തൊലി കളഞ്ഞ ചക്കക്കുരു മിക്സിയിലിട്ടൊന്ന് ഉടച്ച് വയ്ക്കണം. പിന്നെ ഒരു അരമുറി തേങ്ങ ചിരണ്ടി വെക്കുകയും വേണം. ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു 2 സ്പൂൺ കണക്കാക്കി നെയ്യ് ഒഴിച്ച് കൊടുക്കാം. അതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ, തേങ്ങ അതിനകത്തേക്ക്, കാരണം വളരെ ചെറിയ രീതിയിൽ തരി കുറഞ്ഞിട്ട്, അതായത് ഒന്നിൽ മിക്സിയിലിട്ട് അടിച്ചിട്ടാണെങ്കിൽ അതൊന്ന് ഇച്ചിരി ഒന്ന് ചെറിയ പീരകൾ വരുന്ന രീതിയിൽ ചിരണ്ടിയെടുക്കുകയോ ചെയ്ത 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് നെയ്യുമായിട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആവണം. അതിനകത്ത് വെള്ളത്തിൻ്റെ അംശം മാറുന്നവരെ ഒന്ന് ചിക്കി കൊടുക്കുക. അതിനോടുകൂടി നമുക്ക് ഒരു 1/2 സ്പൂൺ വരുന്ന നല്ല ജീരകമില്ലേ, അതുപോലെ ഈന്തപ്പഴമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഈന്തപ്പഴം ഓപ്ഷണലാണുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഒരു 4-5 ഈന്തപ്പഴം ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 4-5 ഈന്തപ്പഴം അത് പിച്ചി കീറി ഒരു രസത്തിനിട്ട് കൊടുത്തന്നേ ഉള്ളൂ. അത് വേണമെന്നില്ല, ഉണ്ടെങ്കിൽ ചേർക്കുക. ഇതിനകത്ത് അണ്ടിപ്പരിപ്പ് വറുത്ത് ചേർക്കാം. അതുപോലെ തന്നെ മുന്തിരി ഉണ്ടെങ്കിൽ ഉണക്കമുന്തിരി അത് നെയ്യിൽ വറുത്ത് ചേർക്കാം. ഇതിപ്പം പിന്നെ നല്ല ജീരകമാണ് ഒരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കുന്നത്. ഇത് രണ്ടും ആ ഈന്തപ്പഴവും കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് നേരത്തെ പറഞ്ഞ ചക്കേരി പൊടിച്ചതും നമ്മുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മധുരം, കാരണം ഓരോരുത്തർക്കും ഇച്ചിരി വേണോ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് 2 സ്പൂണോ 4 സ്പൂണോ ഒക്കെ ഇട്ടോ. ഞാനിപ്പോൾ 2 സ്പൂൺ മാത്രമാണ് ഇട്ട് കൊടുത്തത്. കാരണം ഈന്തപ്പഴമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മധുരവും കൂടെ ആകുമ്പോൾ 2 സ്പൂൺ മതിയാവും. വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂൺ കൂടെ അധികപ്പെട്ടിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ അതൊന്ന് ഇതായി വന്നപ്പോൾ ചക്കേരി, പുഴുങ്ങിയ ചക്കേരി നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചിട്ട് അതതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നു. അപ്പം 1 ബൗൾ തേങ്ങയ്ക്ക് ഒരു 3 സ്പൂൺ പഞ്ചസാര, അതുപോലെ തന്നെ 2 ബൗളാണ് നമ്മൾ ഈ ചേർത്ത് കൊടുക്കുന്ന ചക്കേരി. കാരണം ഇവിടെ 3 പേരെ ഇപ്പോഴുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് 3 പേർക്ക് കഴിക്കാനായിട്ടുള്ളതാണ് ഞാൻ ചെയ്തത്. ആരും കണ്ടില്ല. അപ്പോൾ അവരെ കൊണ്ട് ടേസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് ചോദിക്കാം ഈ കഴിക്കുന്നത് എന്തുവാണെന്ന്. ഒന്ന് ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു. ഒന്ന് പറഞ്ഞേ, എന്തുവായി കഴിക്കുന്നത്? എന്തുവാണെന്ന് പറ ആദ്യം. എന്തുകൊണ്ടുണ്ടാക്കിയതാന്ന് പറ. ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയ. അത് കാർത്തി കണ്ടത് കൊണ്ടല്ലേ, അല്ലാതെ പറയും. ചേട്ടനെ കൊണ്ടൊന്ന് പറയിക്കുന്നതായിരുന്നു. കാർത്തി കണ്ടത് കൊണ്ട്. കൊള്ളാവാ?